إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 110-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഒരു വ്യക്തി പ്രവർത്തിച്ചു ഒരു തെറ്റ് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു, എന്തുമാകട്ടെ, ഒരു മനുഷ്യൻ എത്ര കഠിനമായ വൻകുറ്റം ചെയ്തവനാകട്ടെ അല്ലെങ്കിൽ ചെറുദോഷം ചെയ്തവനാകട്ടെ, സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഒരു ചിത്ത പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിനോട് അവൻ പൊറുക്കലിനെ തേടുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. അള്ളാഹുവിനെ അവൻ കണ്ടെത്തും. റഹീമ, അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമായി അവൻ അള്ളാഹുവിനെ കണ്ടെത്തും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും റമദാൻ മാസമാണ്. ഒരുപാട് നമ്മുടെ മുൻകാല ദോഷങ്ങളൊക്കെയും പൊറുപ്പിക്കേണ്ട വിശിഷ്ട മാസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ആയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്? എന്തു തന്നെ അക്രമം സ്വന്തം ദേഹത്തോട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും, എന്ത് തന്നെ നിങ്ങൾ തെറ്റ് പ്രവർത്തിക്കുകയാണെങ്കിലും, നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ട, ഭയപ്പെടേണ്ട, വ്യസനിക്കേണ്ട. ഈ ഐഹികമായ ദുനിയാവിൽ അതിന് കൃത്യമായ ആ ഒരു വ്യവസ്ഥ അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ, പശ്ചാത്താപിച്ച് മടങ്ങിയാൽ, തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കാത്തതായി യാതൊരു പാപവുമില്ല. എത്ര വലിയ കുറ്റങ്ങളാണെങ്കിലും, ശിർക്കാണെങ്കിലും, കുഫ്റാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. പക്ഷേ നിങ്ങൾ അള്ളാഹു ആ കുഫ്റും ശിർക്കും പൊറുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കും എന്നാണ് സൂറ നിസായിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലാണ് എല്ലാ പാപങ്ങളും പൊറുക്കാൻ അള്ളാഹു തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്താപിച്ച് മടങ്ങണമെന്നുള്ള കൃത്യമായ ഒരു തരത്തിലുള്ള ഒരു ഉത്തേജനമാണ്, സതുപദേശമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അത് നോക്കൂ, ആ അവസാനം അല്ലാഹു പറയുകയാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമായി അള്ളാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താമെന്നാണ്. എല്ലാ പാപപരിഹാരവും അള്ളാഹുവിന്റെ പക്കലുണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.